എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2-ാം തീയതി തിങ്കളാഴ്ച, ഇടവം 19. ഇന്ന് കുരുന്നുകൾ സ്കൂളിലേക്ക് എത്തുന്ന ദിവസമാണ്. പുതുതായി 3 ലക്ഷത്തോളം കുരുന്നുകൾ 1-ാം ക്ലാസ്സിൽ എത്തും. ഇതടക്കം പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നത്. മോർണിംഗ് ന്യൂസിൽ വിശദമായ വാർത്തകൾ നോക്കാം. സ്കൂളുകൾ ഇന്ന് തുറക്കും. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും. ജില്ലാതല പ്രവേശനോത്സവത്തിനായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇത്തവണ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടുമെന്നാണ് കരുതുന്നത്. +1 പരീക്ഷാഫലവും ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം വിവിധ വെബ്സൈറ്റുകളിൽ നിന്ന് റിസൾട്ട് ഡൌൺലോഡ് ചെയ്യും. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾ കൂടുതൽ നേരം പഠിക്കണം. പുതുക്കിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഹൈസ്കൂൾ ക്ലാസുകളുടെ പ്രവർത്തന സമയം അരമണിക്കൂർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ വീട്ടൂർ എബ്നസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ CK ഷാജി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായത്. ഹൈക്കോടതി അന്ത്യശാസനയ്ക്ക് പിന്നാലെയാണ് പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ സർക്കാർ തീരുമാനിച്ചത്. ഹൈസ്കൂൾ ക്ലാസുകൾ അരമണിക്കൂർ കൂട്ടും. UP-യിൽ 2 ശനിയാഴ്ചയും ഹൈസ്കൂളിന് 6 ശനിയാഴ്ചയും പ്രവൃത്തി ദിനമാക്കും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ വിദ്യാഭ്യാസ ഗുണനിലവാര സമിതി യോഗത്തിലാണ് തീരുമാനം. മൂവാറ്റുപുഴ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ CK ഷാജിയുടെ നിയമപോരാട്ടമാണ് മാറ്റത്തിന് വഴിവെച്ചത്. ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പാവപ്പെട്ടതായ നിർധനരായ കുട്ടികൾ, ആ കുട്ടികൾക്ക് പഠിക്കുവാൻ കേരള ഹൈക്കോടതി ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഉത്തരവ് പുറപ്പെടുവിച്ചിൽ വളരെയധികം സന്തോഷമുണ്ട്. UP-യിൽ 1000 മണിക്കൂർ അധ്യയന സമയം ഉറപ്പാക്കാനാണ് 2 അധിക ശനിയാഴ്ചകൾ. ഹൈസ്കൂളിൽ 1100 മണിക്കൂർ ഉറപ്പാക്കാൻ 6 അധിക ശനിയാഴ്ചകളും ദിവസം അരമണിക്കൂർ ക്ലാസ് സമയം കൂട്ടാനും തീരുമാനിച്ചു. അരമണിക്കൂർ അധിക ക്ലാസ് വെള്ളിയാഴ്ചയുണ്ടാവില്ല. കലണ്ടർ തീരുമാനിച്ചത് ഹൈക്കോടതിയെ അറിയിക്കും. 24 കൊച്ചി. വൈറലായി എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്കൂൾ തുറക്കാതായത് മുതൽ തന്റെ ഫേസ്ബുക്ക് വാളിൽ അവധിയില്ലേ എന്ന കുട്ടികളുടെ ചോദ്യങ്ങളാണ് നിറയുന്നത് എന്ന് കളക്ടർ പറയുന്നു. അവധി ഞാൻ നൽകിക്കോളാമെന്നും നിങ്ങൾ നന്നായി പഠിക്കാനുമാണ് കളക്ടർ കുട്ടികളെ ഉപദേശിച്ചത്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമാണ് സ്കൂൾ കാലഘട്ടമെന്നും അത് കഴിഞ്ഞാൽ തിരികെ കിട്ടണമെന്ന് ആഗ്രഹിച്ചാലും കിട്ടാത്തതാണെന്നും കളക്ടർ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും പങ്കുവച്ചുകൊണ്ടാണ് കളക്ടർ പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് വാളിലെല്ലാം കമൻസ് വരാൻ തുടങ്ങി. സാർ എപ്പോൾ അവധി തരും, മഴ ഉണ്ട്, എപ്പോൾ അവധി തരും എന്നെല്ലാം എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ സ്കൂൾ കാലം കഴിഞ്ഞ ഒരു സമയം വരും. അപ്പോൾ നിങ്ങളെല്ലാം സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടാവും, വേറെ ഒരു ജോലിയിലുണ്ടാവും. അപ്പോൾ തിരിച്ച് സ്കൂളിലേക്ക് പോകണം എന്ന് തോന്നും. അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് സ്കൂളിലേക്ക് പോയി നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് ആ നല്ല സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഗ്രേറ്റ് ഡ്രീംസ് എല്ലാം റിയാലിറ്റി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. നല്ല മഴ, ഹെവി മഴ വന്നാൽ റെഡ് അലേർട്ട് എല്ലാം നോക്കിയിട്ട് ഞാൻ അവധി കൊടുത്തോളാം. ഐ വെൽക്കം ഓൾ ഓഫ് യു ബാക്ക് ടു സ്കൂൾസ്. ഓൾ ദി ബെസ്റ്റ്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനൊരുങ്ങി ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തോടെയാണ് കലാപ്രകടനങ്ങൾക്ക് തുടക്കമാവുക. മന്ത്രിമാരായ സജി ചെറിയാൻ, P പ്രസാദ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ മുഖ്യാതിഥികളാകും. YS അഭിനന്ദാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. അഭിനന്ദ്, ഇപ്പോൾ ഏത് തരത്തിലാണ് ഈ പ്രവേശനോത്സവത്തിനുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് പ്രവിത. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം 9:30 മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ചെയ്യുക. ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ ആരംഭിക്കും. വർണ്ണശബളമായ കലാപ്രകടനങ്ങൾ നേരത്തെ തന്നെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതിന്റെ പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സജീവമായിരുന്നു കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏറെ നാളുകൾക്ക് ശേഷമാണ് ആലപ്പുഴയിലേക്ക് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം എത്തുന്നത്. അപ്പോൾ അതിന്റെ ആവേശം യഥാർത്ഥത്തിലുണ്ടായിരുന്നു. PP ചിത്തരഞ്ജൻ അടക്കം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ
മുഖ്യമന്ത്രി അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കലൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസമൊക്കെ ഈ ആലപ്പുഴയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം നടത്തുമോ എന്നൊക്കെയുള്ള ആശങ്ക വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനം. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലടക്കം വെള്ളം കയറിയിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ആലപ്പുഴ ജില്ലയിലുള്ളത്. 8 മണിയോട് കൂടിയിട്ട് വിദ്യാർത്ഥികളുടെ വർണ്ണശബളമായ കലാപരിപാടികളോടുള്ള ഘോഷയാത്ര ആരംഭിക്കും. 8:30 മന്ത്രി വി ശിവൻകുട്ടി കലവൂർ സ്കൂളിലേക്ക് എത്തും. 9 മണിക്കായിരിക്കും വി ശിവൻകുട്ടി ആയിരിക്കും നവാഗതരെ സ്വീകരിക്കുക. 9:30 കൂടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമുള്ള വിവരം. ഈ തവണത്തെ പ്രവേശനോത്സവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഒരു 10ാം ക്ലാസ്സുകാർ രചിച്ച പ്രവേശനോത്സവ ഗാനം. അത് പിന്നീട് ഇപ്പോൾ തന്നെ അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണ്. അതിന്റെ ദൃശ്യാവിഷ്കാരവും ഉണ്ടാകും. അത് ഭദ്രഹരി കൊട്ടാരക്കര താമരക്കുടി SV ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മുഴുവൻ A+ നേടി വിജയിച്ച ഭദ്രഹരി രചിച്ച പ്രവേശനോത്സവ ഗാനമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഭദ്രഹരിയായിരിക്കും പ്രവേശനോത്സവത്തിന്റെ മുഖ്യ അതിഥി ആകുക. മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. എന്തായാലും വർണ്ണശബളമായ ഒരു പ്രവേശനോത്സവമാണ് ഇത്തവണ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. മഴക്കാലമൊക്കെ ഉണ്ടായിരുന്നു. മഴക്കെടുതിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ അതിനകത്തൊരു ആശങ്കയുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായും പരിഹരിച്ച് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഇന്ന് കലവൂർ GVHSSൽ ഏതാണ്ട് 9:30 കൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നിരവധിയായിട്ടുള്ള ആളുകൾ എത്തുന്ന വളരെയധികം ചരിത്രപരമായിട്ട് ഒരുപാട് സവിശേഷതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് കലവൂർ GVHSS. തീരദേശ പ്രദേശങ്ങളിലെ അടക്കം വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നിർണായകമായ പങ്കുവഹിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ കലവൂർ GVHSS കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയം കൂടിയാണ് കലവൂർ. അവിടെയാണ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഉന്മേഷ്, പ്രവിധ. ശരി, അങ്ങനെ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാൻ കലാലയങ്ങളിലേക്ക് എത്താനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. സംസ്ഥാനത്ത് ഇന്നും കുറവ് മഴ ലഭിക്കാൻ സാധ്യത. ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത ഉള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റു ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് മാത്രമാണ് സാധ്യത. അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായ മഴയാണ് കേരളത്തിൽ ലഭിച്ചിരുന്നത്. എന്നാൽ ഈ മഴയ്ക്ക് അല്പം ഒരു ശമനമുണ്ടാകുമെന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ? പ്രവിധ, ഉന്മേഷ്, എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി മഴ പൊതുവെ കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിലും മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നും സമാനമായ രീതിയിൽ കുറവ് മഴ ലഭിക്കാനുള്ള പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും സംസ്ഥാനം ഒട്ടാകെ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആകെ 2 ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. യെല്ലോ അലേർട്ടാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രം. ഒപ്പം വടക്കൻ ജില്ലകളിലേക്ക് നാളെ മുതൽ ഒരുപക്ഷെ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കുമെന്നുള്ള ഒരു പ്രവചനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ജില്ലകളിൽ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ മുന്നറിയിപ്പ് തുടരും. തീരദേശത്ത് അതിശക്തമായ കാറ്റിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചിട്ടുണ്ട്. അവർക്ക് കടലിൽ പോകുന്നതിന് തടസ്സമില്ല. ജൂൺ 9 മുതൽ ട്രോളിംഗ് നിരോധനം കൂടി വരാനിരിക്കുകയാണ്. എന്തായാലും ഇന്നു മുതൽ അവർക്കുള്ള നിയന്ത്രണം താൽക്കാലികമായി നീക്കിയിട്ടുണ്ട്. ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്തായാലും ഒപ്പം അധികം ഈ മഴക്കെടുതികളുടെയൊക്കെ കണക്കുകളെല്ലാം കഴിഞ്ഞ ദിവസം വന്ന് ഞെട്ടിക്കുന്നതായിരുന്നു. അതിൻ്റെ എല്ലാം ഈ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. എന്തായാലും ഇനിയിപ്പോൾ അത്ര ശക്തമായ മഴ, ആശങ്കപ്പെടുത്തുന്ന ഒരു മഴ സമീപകാലത്തുണ്ടാവില്ല എന്നുള്ള പ്രവചനമാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ആശ്വാസകരമാണ്. കാരണം കേരളത്തിൽ ആദ്യ ദിവസങ്ങളിൽ ലഭിച്ച മഴ കൊണ്ട് തന്നെ വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ആ മഴയ്ക്കൊരു ശമനമുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന പ്രവചനം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസിനെയാണ് കൽപ്പറ്റയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പിടിയിലായ ആളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ഗുഡ് മോർണിംഗ് പ്രവിധ. കൊടുവള്ളിയിൽ നിന്ന് 21-കാരനായിട്ടുള്ള അനൂസ് റോഷൻ എന്ന യുവാവിനെയാണ് കഴിഞ്ഞ 17-ാം തീയതി വൈകിട്ട് തട്ടിക്കൊണ്ടുപോയത്. വീട്ടിൽ എത്തിയ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആയുധങ്ങളുമായിട്ടാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. ഒരു സ്വിഫ്റ്റ് കാറിലും അതുപോലെ തന്നെ ഒരു സ്കൂട്ടറിലുമായിക്കൊണ്ട് 7 അംഗ സംഘമാണ് ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് പോലീസ് ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 5 ദിവസത്തിന് ശേഷം ഈ യുവാവിനെ കൊണ്ടോട്ടിയിൽ വെച്ചുകൊണ്ട് പിന്നീട് കണ്ടെത്തുന്നത്.
കർണാടകയിലേക്ക് കൊണ്ടുപോയ യുവാവിനെ പിന്നീട് ഒരു ടാക്സിയിൽ കയറ്റി വിടുകയായിരുന്നു ഈ അക്രമി സംഘം. അതിനുശേഷമാണ് ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. സംഭവത്തിൽ നേരിട്ട് പങ്ക് എടുത്തിട്ടില്ലാത്ത 3 പേരായിരുന്നു ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന കൊണ്ടോട്ടി സ്വദേശിയുള്ള മുഹമ്മദ് നിയാസ് എന്ന യുവാവ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. അന്ന് ബൈക്കിൽ എത്തിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയതിൽ ആ ബൈക്കിന്റെ പിറകിലിരിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് വേണ്ടിയും പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഈ പ്രതി കർണാടകയിലായിരുന്നു. കർണാടകയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് കൽപ്പറ്റയിൽ വെച്ചുകൊണ്ട് കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ പിടികൂടിയതോടെ മറ്റ് പ്രതികളിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. കേസിൽ ഇനിയും 6 പേർ പിടിയിലാകാനുണ്ട്. 6 പേരും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ്. ആയുധങ്ങളുമായി ആ വീട്ടിലെത്തിക്കൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത കേസിലെ മുഖ്യപ്രതികളായിട്ടുള്ള 6 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇപ്പോൾ മുഹമ്മദ് നിയാസ് പിടിയിലായതോടെ മറ്റ് പ്രതികളിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഹമ്മദ് ഷാഫി എന്നുള്ള കൊടുവള്ളി സ്വദേശി പിടിയിലായിരുന്നു. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് കാറിന്റെയും അതുപോലെ സ്കൂട്ടറിന്റെയും ഉടമകളായിട്ടുള്ള 2 പേരും പിടിയിലായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് നിയാസ് കൂടി പിടിയിലായതോടുകൂടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതികൾക്കുള്ള അന്വേഷണം തുടരുകയാണ്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരഞ്ഞെടുപ്പ് ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ എന്നിവർ ഇന്ന് പത്രിക നൽകും. PV അൻവർ കൂടി മത്സര രംഗത്തേക്ക് എത്തിയതോടെ സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ട വലിയ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. വിപിൻ C വിജയനാണ് നിലമ്പൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. വിപിനെ സംബന്ധിച്ചും ഒപ്പം നമ്മുടെ മറ്റ് റിപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചും ഇനി അങ്ങോട്ട് വളരെ തിരക്കുള്ള നാളുകളാണ്. ഫുൾ വോൾട്ടേജിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനിരിക്കുകയാണ്. ഇന്നിപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി പത്രികാ സമർപ്പണത്തിന് ഒരുങ്ങുന്നു. ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എപ്പോഴാണ് പത്രിക സമർപ്പിക്കുക? ഇവരും ഈ പറഞ്ഞതുപോലെ റോഡ് ഷോയൊക്കെ ആയി പ്രകടനം നടത്തി തന്നെ ആയിരിക്കുമല്ലോ ഈ പത്രികാ സമർപ്പണത്തിനായി എത്തുക. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അതെ, ഗുഡ് മോർണിംഗ് പ്രവിത, ഉന്മേഷ്. പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ PV അൻവർ മത്സരിക്കുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു അതിന്റെ ഒരു രാഷ്ട്രീയ ആകാംക്ഷ. അത് അവസാനിച്ചിരിക്കുന്നു. PV അൻവർ കൂടി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കുണ്ട്. അപ്പോൾ ഇന്നാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. ഇന്ന് 10:30 PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഒപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥി M സ്വരാജും അതേ സമയത്ത് തന്നെയാണ് ചന്തക്കുന്നിലെ താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഉച്ചയ്ക്ക് മുൻപ് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജും നാമനിർദ്ദേശ പത്രിക എത്തും. അങ്ങനെ പ്രധാനപ്പെട്ട മുന്നണികളുടെ അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ ഇന്നാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നതും ഒപ്പം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഒപ്പം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്ക്, ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് നിലമ്പൂർ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തിരഞ്ഞെടുപ്പ് കുറച്ചൊരു തണുപ്പം മട്ടിലായിരുന്നു പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു. എല്ലാവരും തന്നെ സജീവമായി ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട റോഡ് ഷോകളിലേക്ക് ഉള്ള ഒരു ജനപങ്കാളിത്തം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്നും റോഡ് ഷോ ആയിട്ടാണ് ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ആ ഒരു സമയത്ത് അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ എല്ലാ മുന്നണികളും ഒരുപോലെ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ PV അൻവറിനൊപ്പം എത്ര ആളുകളുണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ കാണിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പ്രവർത്തകരോട് ചന്തക്കുന്നിൽ കേന്ദ്രീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇനി എത്തുമോ എന്നുള്ളത് കൂടി ഈ ഒരു സമയത്ത് ഒരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ ഇളകി മറിയുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയായിരുന്നു. BJPയെ സംബന്ധിച്ച് വോട്ട് ശതമാനം കുറവായതുകൊണ്ട് തന്നെ മത്സരിക്കണോ എന്നൊക്കെയുള്ള പലവിധത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അവസാനം അവരൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു, മോഹൻ ജോർജ്. അപ്പോൾ ഒരു മലയോര ജനതയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് മോഹൻ ജോർജിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. UDFന്റെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം UDFന്റെ ഒരാളാണ് BJP സ്ഥാനാർത്ഥി എന്നുള്ളത് ഇതിനോടകം തന്നെ LDF ക്യാമ്പ് ഉന്നയിച്ചു കഴിഞ്ഞു. CPMനെ UDFനെ സംബന്ധിച്ചും ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PV അൻവറിനെ ചുറ്റിയായിരുന്നു ചർച്ചകൾ മുഴുവൻ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അതിൽ നിന്ന് മാറി വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകളിലേക്ക് കടക്കും. PV അൻവറിനെ സംബന്ധിച്ച് ഇനി LDFനെയും UDFനെയും ഒരുപോലെ തന്നെ കടന്നാക്രമിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബാങ്കിൽ നിന്ന് വോട്ടുകൾ നേടുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും കുറവില്ലാത്ത വാക്പോരുകൾ തന്നെയായിരിക്കും നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക. ഉന്മേഷ്, പ്രവിത. വിപിൻ, ഇന്നാണല്ലോ UDFന്റെ കൺവെൻഷൻ നടക്കുന്നത്. ഇന്നലെ LDF കൺവെൻഷന് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്
ഏത് പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതെന്ന് മുഖ്യമന്ത്രി പഴയ ചരിത്രമൊക്കെ ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കുക കൂടി ഉണ്ടായല്ലോ. സ്വാഭാവികമായും UDF കൺവെൻഷൻ നടക്കുമ്പോൾ അതിനൊക്കെ ഇന്ന് മറുപടിയും പ്രതീക്ഷിക്കാമല്ലോ വിപിൻ. അതെ, UDFന്റെ കൺവെൻഷൻ ഇന്നാണ് നടക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുതൽ, തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായപ്പോൾ മുതൽ തന്നെ മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള മുന്നണിയായിരുന്നു UDF. അന്ന് തന്നെ കൺവെൻഷൻ ആരംഭിക്കുകയും സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ തന്നെ ചുമരെഴുത്തുകൾ ഉൾപ്പെടെയുള്ളവ നടത്തുകയൊക്കെ ചെയ്ത് ആദ്യഘട്ടത്തിൽ സജീവമായിരുന്നു. ഈ ഒരു ഒരാഴ്ചയായിട്ടാണ് ഇപ്പോൾ അത് അൻവറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ചർച്ചകളിലേക്കൊക്കെ പിന്നീട് വഴിമാറിപ്പോയത്. അപ്പോൾ ഇന്നത്തെ ഒരു കൺവെൻഷൻ അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റുക, ഒപ്പം തന്നെ പരമാവധി നേതാക്കൾ ഒരൊറ്റക്കെട്ടാണെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി നേതാക്കൾ അരിയട ഷൗക്കത്തിന് വോട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കും. ഇന്നലത്തെ LDFന്റെ കൺവെൻഷനിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ എത്തി M സ്വരാജിന് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു ആവേശം LDF ക്യാമ്പിലുണ്ട്. അവർക്ക് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുണ്ടായപ്പോൾ തന്നെ ആ LDF ക്യാമ്പിൽ ആകെ ഒരു ഉണർവുണ്ടായിരുന്നു. അത് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനൊരാക്കം കൂട്ടിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വരവ്. എടുത്തു പറയേണ്ടത് അൻവറിനെ ആരും തന്നെ പരാമർശിക്കുകയോ അല്ലെങ്കിൽ അതൊരു അവഗണിക്കുക എന്നുള്ളൊരു മൂഡിലേക്ക് രണ്ട് മുന്നണികളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും ഒരു വഞ്ചനയുടെ കാരണമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറമായി അതിലേക്ക് കൂടുതൽ അദ്ദേഹം കടന്നിട്ടില്ല, അല്ലെങ്കിൽ അൻവറിന്റെ പേരെടുത്തുകൊണ്ടുള്ള ഒരു വിമർശനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്ന് ഇപ്പോൾ UDFന്റെ ക്യാമ്പിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിലേക്ക് കൂടുതൽ ഫോക്കസ് ആയി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകും എന്നുള്ളതാണ് കൂടുതലായും ഇപ്പോൾ പറയുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 5-ാം തീയതിയാണ്. അപ്പോൾ അതിനുള്ളിൽ ആരെങ്കിലും ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നുള്ളത് കൂടി വലിയ ഉറ്റുനോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യം വ്യാപാരി വ്യവസായ ഏകോപന സമിതി മത്സരിക്കും എന്നുള്ളതുണ്ടായിരുന്നു. അവർ സ്ഥാനാർത്ഥിയെ വരെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. അങ്ങനെ എല്ലാ മുന്നണികളും സജീവമായിരിക്കുന്നു ഉന്മേഷ് നിലമ്പൂരിൽ. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ED ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കേസ് ഒതുക്കാൻ കോഴ വാങ്ങിയെന്ന വിജിലൻസ് കേസിലെ 1-ാം പ്രതിയാണ് ശേഖർ കുമാർ. കേസ് കെട്ടിച്ചമച്ചതാണെന്നും പരാതിക്കാരനെതിരെയുള്ള ED കേസ് അട്ടിമറിക്കാനാണ് ശ്രമമെന്നും ശേഖർ കുമാർ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നു. കേസിൽ ഇതുവരെ അറസ്റ്റിലായ 3 പേർക്കും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. കൊല്ലം സ്വദേശിയായ വ്യവസായി അനീഷ് ബാബുവിന്റെ പരാതിയിലായിരുന്നു വിജിലൻസിന്റെ നടപടി. നാഗാമിനി കേരളത്തിലെ വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 വിദ്യാർത്ഥികൾ പിടിയിൽ. കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പത്തനംതിട്ട ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 31 സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കളക്ടർമാരുടെ സഹായികളായി നിയമിക്കുന്ന ഡഫേദാർ തസ്തിക സംസ്ഥാനത്ത് നിർത്തലാകുന്നു. PSCയിലെ 21 ഡഫേദാർ തസ്തിക നിർത്തലാക്കി പോസ്റ്റുകൾ അറ്റൻഡർ തസ്തികകളാക്കി പരിവർത്തനം ചെയ്യും. വയനാട്ടിലെ അവസാനത്തെ ദുരന്ത ബാധിതനെയും പുനരധിവസിപ്പിക്കാതെ വയനാട് ചുരം ഇറങ്ങില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളം മുഴുവൻ ദുരന്ത ബാധിതരോടൊപ്പം നിന്നു എന്നും റവന്യൂ മന്ത്രി. സമാധാന ചർച്ചകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വ്യോമാക്രമണം കടുപ്പിച്ച് റഷ്യയും യുക്രൈനും. റഷ്യൻ വ്യോമസേനാ കേന്ദ്രങ്ങളിൽ യുക്രൈൻ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചു. റഷ്യയുടെ നിരവധി പോർവിമാനങ്ങൾ കത്തിനശിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധുവും ഈ പുതിയ ആക്രമണങ്ങൾ സമാധാന ചർച്ചയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ മധു? ഗുഡ് മോർണിംഗ് പ്രവിത, ഉന്മേഷ്. അത് ബാധിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഈ റഷ്യ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇന്ന് ഇസ്താൻബുളിൽ യുക്രൈനും റഷ്യയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ ആരംഭിക്കാൻ ഇരിക്കെയാണ് ഇപ്പോൾ ഈ 2 രാജ്യങ്ങളും വ്യോമാക്രമണം കടുപ്പിച്ച വാർത്തകൾ വരുന്നത്. യുക്രൈൻ ഇതുവരെ നടത്തിയ വ്യോമാക്രമണത്തിലെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ അവർ നടത്തിയത്. റഷ്യയിലെ ബ്രയാൻസ് മേഖലയിലെ ഒരു ഹൈവേ പാലം തകർന്ന് 7 പേർ മരിക്കുകയും അതുപോലെ 69 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ റഷ്യക്കുള്ളിൽ 5ഓളം എയർബേസുകളിൽ യുക്രൈൻ ഇന്നലെ ആക്രമിച്ചു.
നിരവധി പോർ വിമാനങ്ങൾ അഗ്നിക്കിരയായിട്ടുണ്ട്. അതുപോലെ ഈ ആക്രമണമൊക്കെ റഷ്യ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആണവശേഷിയുള്ള റഷ്യൻ ബോംബറുകൾക്ക് നേരെയും യുക്രൈന്റെ ഡ്രോൺ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം ഏറെ ശ്രമങ്ങൾക്ക് ശേഷം ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ഇസ്താൻബുളിലെ സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമറോവ് പങ്കെടുക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് നടന്ന ആദ്യ റൗണ്ട് ചർച്ചകൾ യുദ്ധത്തിലെ ഏറ്റവും വലിയ ഈ തടവുകാരുടെ കൈമാറ്റത്തിന് വഴിയൊരുക്കിയിരുന്നു. പക്ഷേ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ഒരു സമവായത്തിനും അന്നും ധാരണയുണ്ടായില്ല. ഉന്മേഷ്, പ്രവിത. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൂട്ടക്കൊലയടക്കമുള്ള കേസുകളിൽ കുറ്റവാളിയാക്കി ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ കോടതി പ്രതി ചേർത്തു. ചുമത്തിയത് വധശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ. അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ പാകിസ്ഥാൻ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. ഗസയിൽ വെടിനിർത്തലിന് അമേരിക്ക സമർപ്പിച്ച നിർദ്ദേശത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട ഹമാസ്. ഭേദഗതി സ്വീകാര്യമല്ലെന്ന് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ഇലോൺ മസ്കിന്റെ സുഹൃത്തിനെ നാസയുടെ തലപ്പത്ത് നിയമിക്കാനുള്ള നടപടി പിൻവലിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പിൻവലിച്ചത് ടെക് വ്യവസായി ജാരഡ് ഐസക്മാന്റെ നാമനിർദ്ദേശം. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചി നാവികസേന ആസ്ഥാനത്തിന് സമീപത്തെ കായലിൽ കാണാതായ ടാൻസാനിയൻ സ്വദേശിയായ നാവികനായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ വൈകിട്ടോടെയാണ് ടാൻസാനിയൻ സ്വദേശി അബ്ദുൽ ഇബ്രാഹിം സാലിയെ കാണാതായത്. നേവിയുടെ സ്കൂബ ടീം ഇന്നലെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. വിഷ്ണു സുരേഷുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എപ്പോഴാണ് തിരച്ചിൽ ആരംഭിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ടാൻസാനിയൻ സ്വദേശിയായ നാവികനെ കൊച്ചി കായലിൽ കാണാതായത്. സുഹൃത്തുമൊത്ത് ഈ തേവര വെണ്ടുരുത്തി പാലത്തിന് സമീപത്ത് നിന്ന് കായലിലേക്ക് ചാടുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാളെ കാണാതായത്. ഏഴിമലയിലുള്ള നാവികാസ്ഥാനത്ത് ഇന്റർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് വേണ്ടി എത്തിയതാണ് ഈ നാവികൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവിടെ പരിശീലനം പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് എത്തി തിരികെ നാട്ടിലേക്ക് മടങ്ങാൻ ഇരിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. നേവിയുടെ സ്കൂബ ടീം പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം കേരള ഫയർഫോഴ്സിന്റെ നീന്തൽ വിദഗ്ധ സംഘവും ഈ പരിശോധനയ്ക്ക് ഭാഗമായി ഉണ്ടാകും. വെണ്ടുരുത്തി പാലം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുക. ഉന്മേഷ്. ശരി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 6 സംസ്ഥാനങ്ങളിലായി 31 പേരാണ് മരിച്ചത്. ജൂൺ 4 വരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സിക്കിമിലെ മംഗൻ ജില്ലയിൽ റെഡ് അലേർട്ടും മേഘാലയ, അസം എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും തുടരുകയാണ്. സിക്കിമിൽ മാത്രം 1500 വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിലെ സ്ഥിതി എന്താണ് ബൽറാം? ഉന്മേഷ്, പ്രവിധ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. പ്രധാനമായും അസമിലാണ് അതിഗുരുതരമായ സാഹചര്യമുള്ളത്. സംസ്ഥാനത്തെ 15 ജില്ലകളും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. 3.5 ലക്ഷത്തിലധികം ആളുകളെയാണ് ഈ വെള്ളപ്പൊക്കം അസമിൽ ബാധിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ പ്രധാനമായും സിക്കിം അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്നാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഈ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 1500ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് സിക്കിമിൽ മാത്രം എന്നാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്ക്. എന്നാൽ ഇവരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്നും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കുടുങ്ങിപ്പോയവരാണ് ഇവർ എന്നുമാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എല്ലാ നദികളും അപകട നിലയ്ക്ക് മുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രധാനമായും ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് കാരണമായത്. കഴിഞ്ഞ 3 ദിവസം
ദിവസമായി മഴ ഇവിടെ തുടരുകയാണ്. ജൂൺ 4 വരെ ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. 2 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് ഇന്നും തുടരുകയാണ്. അസം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് തുടരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ജില്ലകൾക്ക് അനുസൃതമായി വ്യത്യസ്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. യെല്ലോ അലർട്ടും റെഡ് അലർട്ടും പല ജില്ലകളിലും ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഈ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികൾ അസം റൈഫിൾസിൻ്റെയും സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളുടെയും നേതൃത്വത്തിൽ തുടരുകയാണ്. ഉന്മേഷ്, പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. തീവ്രവാദത്തിനെതിരെ ഇന്ത്യയുടെ നയം പുനർനിർണയിക്കുന്നു എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരം പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ. മത്സരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്ക് 10,000 രൂപ വീതം ക്യാഷ് അവാർഡും ഡൽഹി ചെങ്കോട്ടയിൽ നടക്കുന്ന 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള പ്രത്യേക ക്ഷണക്കത്തും ലഭിക്കും. തെക്ക് കിഴക്കൻ ഡൽഹിയിലെ ചേരി പ്രദേശമായ മദ്രാസി ക്യാമ്പ് പൊളിച്ചു നീക്കാൻ ആരംഭിച്ചു. പൊളിക്കൽ അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ഡൽഹി പോലീസിന്റെയും സുരക്ഷയിൽ ചേരി പ്രദേശം പൊളിച്ചു നീക്കുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന്. ആദായ നികുതി നോട്ടീസ് തീർപ്പാക്കാൻ 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ അമിത് കുമാർ സിംഗാളിനെ സിബിഐ അറസ്റ്റ് ചെയ്തു. ന്യൂഡൽഹിയിലെ ടാക്സ് പേയർ സർവീസസ് ഡയറക്ടറേറ്റിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായിരുന്നു സിംഗാൾ. കർണാടക റായ്ചൂരിലെ ഹട്ടി സ്വർണ്ണഖനിയിലെ പൊട്ടിത്തെറിയിൽ തൊഴിലാളി മരിച്ചു. മറ്റൊരു തൊഴിലാളിക്ക് ഗുരുതര പരുക്ക്. പ്രളയക്കെടുതി രൂക്ഷമായ അസമിൽ സൈന്യവും അസം റൈഫിൾസും രക്ഷാപ്രവർത്തനം തുടരുന്നു. 500-ലധികം പേരെ സൈന്യം രക്ഷപ്പെടുത്തി. ഇഗ സ്വിയാറ്റെക് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ക്വാർട്ടർ പ്രവേശനം എലീന റിബാക്കിനയെ പരാജയപ്പെടുത്തി. ബെൻ ഷെൽട്ടനെ തോൽപ്പിച്ച് കാർലോസ് അൽക്കാരസ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ക്വാർട്ടർ ഫൈനൽ. സ്കോർ 7-6, 6-3, 4-6, 6-4. നോർവേ ചെസ്സിൽ കാഴ്സനെ വീഴ്ത്തി ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ്. ക്ലാസിക്കൽ ഫോർമാറ്റിൽ കാഴ്സനെ ഗുഗേഷ് തോൽപ്പിക്കുന്നത് ഇതാദ്യം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 3 വിക്കറ്റ് ജയം. സെഞ്ചുറി നേടിയ ജോ റൂട്ട് കളിയിലെ താരം. ഒഡീഷ FC താരമായിരുന്ന അമേ റാണവതിയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി. താരം ഒപ്പുവെച്ചിരിക്കുന്നത് 5 വർഷത്തെ കരാറിൽ. നോക്കാം അറിയിപ്പുകൾ. കൊല്ലം കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപക ഒഴിവ്. സംസ്കൃതം വിഷയത്തിലേക്കാണ് ഒഴിവ്. അഭിമുഖം ഈ മാസം 3-ന്. കോട്ടയം അളനാട് ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. ഒഴിവ് ഹിന്ദി വിഷയത്തിലാണ്. അഭിമുഖം നാളെ നടക്കും. അടിമാലി കൊന്നത്തടി പഞ്ചായത്ത് UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഒഴിവ് ഹിന്ദി വിഷയത്തിലേക്ക്. അഭിമുഖം ഈ മാസം 3-ന്. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്സ് വിഷയങ്ങളിലേക്കാണ് ഒഴിവുള്ളത്. അഭിമുഖം ഈ മാസം 16-നാണ്. പത്തനംതിട്ട പുതുശ്ശേരിമല ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. ദേശീയപാത നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് കേരളത്തിലെത്തി. മലപ്പുറത്ത് ദേശീയപാത തകർന്ന സ്ഥലം സന്ദർശിക്കില്ല. ദേശീയപാത വികസനത്തിലെ പ്രധാന വെല്ലുവിളികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയുമായി ഇന്ന് ചർച്ച നടത്തും. അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അശ്വിൻ, എങ്ങനെയാണ് പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്? ഉന്മേഷ്, പ്രവിത, ഇന്നലെയാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. ഇന്നലെ കൊല്ലം ജില്ലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ ജോലികൾ വിലയിരുത്തുക, ഒപ്പം അത് അതിവേഗം ഈ ജോലികൾ പൂർത്തീകരിക്കുക എന്നടക്കമുള്ള വിവിധ കാര്യങ്ങളാണ് ഈ നിർമ്മാണവുമായി ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൂടാതെ ഇന്ന് തിരുവനന്തപുരത്തെ വിവിധ പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിലവിൽ ഏറ്റവും വിവാദമായിരിക്കുന്ന മലപ്പുറത്തെ വിവാദമായ ദേശീയപാത, ഈ തകരാറിലായ ദേശീയപാത അദ്ദേഹം
സന്ദർശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു വിവാദമാകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ഇന്ന് ചീഫ് സെക്രട്ടറിയുമായും ഒപ്പം കേരളത്തിൽ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന എല്ലാ ദേശീയപാത നിർമ്മാണങ്ങളുടെ ഡയറക്ടർമാരുമായും അദ്ദേഹം ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ മലപ്പുറത്തെ ദേശീയപാതയുടെ കാര്യം വിശദമായ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികളുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ ഉയരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ ചീഫ് സെക്രട്ടറിയുമായുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇന്ന് അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ മറ്റ് പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചായിരിക്കും അദ്ദേഹം ഈ മീറ്റിംഗിലേക്ക് പങ്കെടുക്കുക. എന്തായാലും ഇന്ന് ഈ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിരികെ മടങ്ങുകയും ചെയ്യും. അശ്വിനിപ്പോൾ ഈ മലപ്പുറത്ത് മാത്രമല്ല കൂരിയാട് ദേശീയപാത തകർന്നെങ്കിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായ ഇടങ്ങളിലൊക്കെ മറ്റു ചിലയിടങ്ങളിൽ വിള്ളൽ ഉൾപ്പെടെ കണ്ടതാണ്. സ്വാഭാവികമായും NHAI ചെയർമാൻ എത്തുമ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഗൗരവത്തോടെയുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ കേരളം. ഈ തിരുവനന്തപുരത്തെ ചർച്ചകളിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങിപ്പോകുമെന്നാണ് അശ്വിൻ. ഉന്മേഷ്, തീർച്ചയായും അദ്ദേഹം നേരിട്ടെത്തി ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ സർക്കാരുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ഇടപെടലിലേക്ക് ദേശീയപാത അതോറിറ്റി നീങ്ങുന്നില്ല എന്നുള്ളതാണ് വിമർശനമായി ഉയരുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ സർക്കാർ എന്തായാലും ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഒരു ചർച്ചയ്ക്കപ്പുറത്തേക്ക് മറ്റേതൊക്കെ തരത്തിലുള്ള നടപടികളിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ശ്രദ്ധയോടെ കാണേണ്ടത്. ഒപ്പം നിലവിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണത്തിലിരിക്കുന്ന പല ദേശീയപാതകളിലെയും വിള്ളൽ കാണുന്നത് നിരന്തര സംഭവമായി മാറുന്ന സാഹചര്യത്തിൽ അതിൽ എന്ത് നടപടി ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഈ അദ്ദേഹത്തിൻ്റെ അജണ്ടയായി പറയുന്നത് ഈ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന റോഡുകളുടെ പ്രശ്നങ്ങൾ ഒരു അജണ്ടയായി പറയുന്നില്ല. ഒപ്പം ഇപ്പോഴത്തെ നിർമ്മാണങ്ങൾ എങ്ങനെ ത്വരിതഗതിയിൽ പൂർത്തിയാക്കാം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ സന്ദർശനം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം സന്ദർശിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അത് ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളുടെ നടന്നു പോകുന്ന പ്രദേശങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ റോഡ് വിണ്ടുകീറുന്നതും ഇടിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ള ഒരു അജണ്ട ഈ സന്ദർശനത്തിലില്ല എന്നുള്ളതാണ് NHAI ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും സ്വാഭാവികമായും മീറ്റിംഗ് ഉള്ള സാഹചര്യത്തിൽ, ഈ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അത് ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ തുടർ നടപടി എന്ത്, സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായി അറിയാനിരിക്കുന്നത്. ഉന്മേഷ്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കപ്പൽ മുങ്ങിയ സംഭവം ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ. മാലിന്യങ്ങൾ ലക്ഷദ്വീപ് അടക്കം രാജ്യത്തെ തീരപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് ഹരിത ട്രിബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ പ്രകാശ് ശ്രീവാസ്തവ അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇതേത് തരത്തിൽ ഈ പവിഴപ്പുറ്റുകളെ ബാധിക്കും എന്നാണ് വിലയിരുത്തൽ? ബൽറാം. ഉന്മേഷ്, പ്രവിത, കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ അതിൽ നിന്നും ഉണ്ടായ മാലിന്യങ്ങൾ അത് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾ അടക്കമുള്ള ജൈവ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രധാനമായും ഈ മാലിന്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കപ്പൽ തകർന്നതിനെ തുടർന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ നടത്തിയ തെരച്ചിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, അത് ഈ മാലിന്യങ്ങൾ ആ പ്രദേശങ്ങളിലേക്ക്, ഈ ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റ അടങ്ങുന്ന പ്രദേശത്തേക്കും ഒപ്പം തന്നെ രാജ്യത്തെ മറ്റ് തീരപ്രദേശങ്ങളിലേക്കും നീങ്ങാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നും അതിൽ എന്തൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങളാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പൂർണ്ണ വിവരങ്ങൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ച് 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ എന്നുള്ളത് കപ്പൽ കമ്പനി അറിയിച്ചിരുന്നു. എന്നാൽ എന്താണ് ആ വസ്തുക്കൾ എന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ ഉടമ ഇത് എന്തായിരുന്നു അപകടകരമായ വസ്തുക്കൾ അതിലുള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകണം എന്നാണ് ഹരിത ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാണ് ഇടപെടൽ നടത്തിയതും കേസെടുത്തതും ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പും ഹരിത ട്രൈബ്യൂണൽ നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ ഹരിത ട്രൈബ്യൂണൽ ദേശീയ വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും ഒപ്പം തന്നെ കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിനും മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. കൂടാതെ വിഷയത്തിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, സംസ്ഥാനത്തെ കേരളത്തിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ്, ലക്ഷദ്വീപിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ്, കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ മാസം 24-നകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ് ഉള്ളത്. ഈ മാസം 30-ന് ഹരിത ട്രൈബ്യൂണൽ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഉന്മേഷ്, പ്രവിത.
ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മലയാളിക്ക് പച്ചമീനിനേക്കാൾ ഉണക്കമീനിനോടാണ് പ്രിയമെന്ന് തോന്നുന്നു. ഉണക്കമീൻ വില പച്ചമീനിനെയും കടത്തി വെട്ടിക്കഴിഞ്ഞു. അവിടെയും താരം മത്തിയാണ്. മീനിന്റെ ലഭ്യത കുറഞ്ഞതോടെ ഉണക്കമീൻ തൊട്ട് കൂട്ടുകയാണ് ഏറെ ആളുകളും. അതുകൊണ്ട് തന്നെ ഉണക്കമീനിന്റെ വില നിലവാരം പരിശോധിക്കുകയാണ് ഞങ്ങൾ. ചേട്ടാ, ഉണക്കമത്തിക്ക് എന്താ വില? മത്തി കിലോ 600. ബാക്കിയുള്ളതൊക്കെ ബാക്കി പാര 250. സ്രാവ് 500. കൊഞ്ച് 600. കാരലിന്റെ വില? കാരലില്ല. പച്ചമത്തിക്ക് കിലോ 300 രൂപയ്ക്ക് മേലൊക്കെ കയറുന്നത് അപൂർവം. എന്നാൽ ഉണക്കമത്തിക്ക് ഇപ്പോൾ 300 മുതൽ 600 വരെയാണ് വില. 500 രൂപ വിലയുള്ള സ്രാവിനും കൊഞ്ചിനുമൊക്കെ മേലെയാണിപ്പോൾ ഉണക്കമത്തി. ബീഫിനും ചിക്കനും പോർക്കിനുമൊക്കെ മേലെ. വില ജാസ്തിയാണെങ്കിലും ഉണക്കമത്തിയോടും മറ്റുണക്കമീനുകളോടും നോ പറയാൻ പലർക്കും വയ്യ. ഉണക്കമീനും ഭാരിച്ച വിലയാ. കഴിക്കാൻ നമുക്ക് പച്ചമീനോ കിട്ടുന്നില്ല. ഉണക്കമീൻ കൂട്ടാമെന്ന് വിചാരിക്കുമ്പോൾ ഉണക്കമീനും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ബറോഡയിൽ നിന്ന് വന്നിരുന്നതാണ്. ഇങ്ങനെ പോലെ ഉണക്കമീൻ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിക്കാൻ വന്നതാണ്. ഏകദേശം 700 രൂപ 600 രൂപ. പച്ചമീനേക്കാളിലും ഭയങ്കര വിലയാണ്. എല്ലാവരും മരിക്കുമെന്നും പറഞ്ഞ് പേടിച്ച് ആരും മീൻ മേടിക്കുന്നില്ല. ഞാൻ പിന്നെ ഇച്ചിരി മീൻ എടുത്ത് വെച്ചുകൊണ്ട് പറയും, പിന്നെ മരിക്കാൻ ധൈര്യമുള്ളത് വരണേ മേടിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോന്ന്. മീൻ വളരെ കുറവ് ഇല്ല. 1 കിലോ ചാളയ്ക്കൊക്കെ 400 രൂപ വിലയായി. ഇച്ചോളം കുറവാണ്, ഇച്ചോളം ഇല്ല. ഇനി ഉണക്കമീനിന്റെ വില കുതിച്ചുയരാനുള്ള കാരണം കേൾക്കണം. തമിഴ്നാട്ടിലുള്ള ഈ മഴയും കാറ്റാണ് വിഷയം. രണ്ടാമത്തത് ട്രോളിംഗ് നിരോധനമാണ്. അത് കാരണം ബോട്ടുകൾ കടലിൽ പോകുന്നില്ല. അപ്പോൾ രണ്ടും കൂടെ പോവാതായപ്പോഴത്തേക്ക് മീനിന്റെ ലഭ്യത കുറഞ്ഞു. മറ്റുള്ള ഭക്ഷ്യവിഭവങ്ങളെ പോലെയല്ല ഉണക്കമീനിന്റെ വില ഇങ്ങനെ കുതിച്ചുയർന്നാലും അതുപോലെ തന്നെ താഴെ വരുമെന്നും കച്ചവടക്കാർ പറയുന്നു. ആ പ്രതീക്ഷയിലാണ് നമ്മുടെ ഉണക്കമീൻ പ്രേമികളും. പച്ചമീനിനേക്കാളും ഇറച്ചിയേക്കാളും ഒക്കെ വില അങ്ങനെ കുതിച്ചു പൊങ്ങുകയാണ് ഉണക്കമീനിന്, പ്രത്യേകിച്ച് മത്തിക്ക്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഉണക്കമീൻ വ്യാപാര കേന്ദ്രമായ പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. തിരഞ്ഞെടുപ്പ് ചൂടിൽ നിലമ്പൂർ. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ എന്നിവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. PV അൻവർ കൂടി മത്സരരംഗത്ത് എത്തിയതോടെ സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ട വലിയ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. UDFന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. വിപിൻ C വിജയൻ നിലമ്പൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഒപ്പം ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. വിപിൻ, മുൻപ് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ പത്രികാ സമർപ്പണം നടക്കാനിരിക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളാണ് പത്രികാ സമർപ്പണം നടത്തുക. ഏതു തരത്തിലാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ? പ്രവിത, ഇത് ഒരു പ്രകടനമായിട്ട് തന്നെയായിരിക്കും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിലേക്ക് ഈ മുന്നണികൾ കടക്കുന്നത്. പ്രധാനമായും ഇന്ന് LDFന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം നാമനിർദ്ദേശ പത്രിക തന്നെ താലൂക്ക് ഓഫീസിലേക്ക് എത്തും. അതിൽ എം സ്വരാജിൻ്റെത് കഴിഞ്ഞാൽ പിന്നീട് PV അൻവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. അത് ചന്തക്കുന്നിൽ നിന്ന് ഒരു പ്രകടനമായി, അതായത് പരമാവധി ആളുകളെ അവിടെ സംഘടിപ്പിക്കുക, അങ്ങനെ ഒരു ശക്തി പ്രകടനമായി അത് താലൂക്ക് ഓഫീസിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തും. അത് ഒരു ഉച്ചയോടെ ആയിരിക്കും. ഒരേ സമയത്ത് തന്നെയാണ് LDFന്റെയും PV അൻവറിന്റെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അത് 10:30 ആയിരിക്കും ഇത് സമർപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു രാഷ്ട്രീയ ചിത്രം നിലമ്പൂരിനെ സംബന്ധിച്ച് അത് തെളിയുകയാണ്. ഇനി അങ്ങോട്ടേക്ക് പോരാട്ടത്തിന്റെ ദിവസങ്ങളാണ്. ഒരു 19 ദിവസത്തോളം അത് സജീവമായി തന്നെ നിൽക്കും. അതിൽ ഏറ്റവും പ്രധാനം PV അൻവർ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിണറായി സത്തിനെതിരെ പറയുകയും ഇപ്പോൾ LDFനോട് കലഹിച്ച് അവിടെ നിന്ന് MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ഒരു കളമൊരുങ്ങിയത്. പക്ഷേ UDFനൊപ്പം നിൽക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞതോടുകൂടിയാണ് അദ്ദേഹം സ്വമേധയാ ഇനി മത്സര രംഗത്തേക്ക് എന്ന് പറയുന്നത്. അതോടുകൂടി ഇരു മുന്നണികളിലും അതെങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ള ചർച്ചകളും
സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇരു മുന്നണികളിലെയും നേതാക്കളെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയായിരിക്കും. അതായത് LDF UDF ഒരു നെക്സസ് കേരളത്തിലുണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും PV അൻവറിന്റെ ഇനിയുള്ള പ്രചാരണം ഉണ്ടാവുക. അങ്ങനെ ഇരു വോട്ട് ബാങ്കുകളിലും ഒരു വിള്ളൽ വീഴ്ത്തുക, അതിൽ നിന്ന് വോട്ടുകൾ അടർത്തി സ്വന്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. ഇന്നലത്തെ വാർത്താ സമ്മേളനം തന്നെ ഇനിയുള്ള പ്രചാരണത്തിന്റെ ചുണ്ടുപലക എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ തെളിവായിരുന്നു. UDFലെ മറ്റ് നേതാക്കളെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കുമ്പോഴും VD സതീശനെയും ആര്യാടൻ ഷൗക്കത്തിനെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് നടത്തിയത്. ഇതിനു മുൻപ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും, അതായത് വോട്ടുകളിൽ ഏതെങ്കിലും രീതിയിൽ അത് ഒരു വിള്ളൽ വീഴ്ത്താൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നത്. M സ്വരാജിനെ പിണറായിയുടെ മറ്റൊരു നിഴൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു PV അൻവർ അങ്ങനെ രംഗത്തേക്ക് വരുന്നത്. ഇപ്രാവശ്യം തൃണമൂൽ കോൺഗ്രസ് കൂടി ഒപ്പമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇനി നിലമ്പൂരിലേക്ക് എത്തുമോ എന്നുള്ളത് കൂടി സജീവ ഒരു ചർച്ചയായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് കൺവെൻഷനുകളിലൂടെ നിറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. M സ്വരാജിനെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ വീടുകൾ കയറിയൊക്കെയുള്ള പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ബൂത്ത് തല കൺവെൻഷനുകൾക്ക് ഇനി തുടക്കമാവും. ഇന്നലെ LDFന്റെ കൺവെൻഷൻ നടന്നിരുന്നു, ഇന്നിപ്പോൾ UDFന്റെ നടക്കാൻ പോകുന്നു. അങ്ങനെ ഈ ഒരു ആദ്യത്തെ ഉണ്ടായിരുന്ന ഒരു തണുപ്പൻ മട്ട് നിലമ്പൂരിനെ സംബന്ധിച്ച് മാറിയിരിക്കുന്നു, ഇപ്പോൾ സജീവമായിരിക്കുന്നു. അതിലേറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കിയത് BJP തന്നെയാണ്. BJPയുടെ മോഹൻ ജോർജ് എത്തുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം BDJSനൊക്കെ ആയിരിക്കും ആ സീറ്റ് എന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി മോഹൻ ജോർജ് കൂടി എത്തുന്നതോടുകൂടി ഒരു മലയോര ജനതയുടെ വോട്ട് എങ്ങോട്ടേക്കായിരിക്കും? ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിക്കുന്നു നിലമ്പൂരിൽ. ശരി, വിപിൻ C. വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വിപിൻ തുടരുക. ഷഹദ് റഹ്മാൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഹദ്, UDFന്റെ കൺവെൻഷൻ ഇന്നാണ്. ഒപ്പം ഈ PV അൻവർ കൂടി മത്സരരംഗത്തെത്തിയതോടെ എങ്ങനെയാണ് UDF അവരുടെ പുതിയ തന്ത്രങ്ങൾ അത് പയറ്റുക? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഹദ്? ഉന്മേഷ, പ്രവിത, ഗുഡ് മോർണിംഗ്. അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കളത്തിലിറങ്ങിയെന്ന ആത്മവിശ്വാസം UDFനുണ്ട്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആദ്യം പൂർത്തിയാക്കി. അതുപോലെ തന്നെ പ്രമുഖരെയും അതുപോലെ ചില കൺവെൻഷനുകൾ, അതായത് കുടുംബ സംഗമങ്ങൾ ഉൾപ്പെടെയുള്ള ചില പരിപാടികളൊക്കെ നേരത്തെ പൂർത്തിയാക്കി. UDF ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം. ഈ PV അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ കൊഴുക്കുമ്പോഴും UDFനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിന്റെ ക്യാമ്പും സജീവമായിട്ട് ഈ പ്രചാരണ രംഗത്തുണ്ട് എന്നുള്ളത് UDFനെ സംബന്ധിച്ച വലിയൊരു നേട്ടമായിട്ടാണ് UDF നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ന് UDFനെ സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള കൺവെൻഷനുകൾക്ക് തുടക്കമാകുകയാണ്. വൈകിട്ട് 3 മണിക്കാണ് ഇന്ന് KC വേണുഗോപാൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. അതിൽ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ലീഗിന്റെയും ഒക്കെ തന്നെ മുതിർന്ന നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ ഘടകകക്ഷികളിലെ നേതാക്കളും ഒക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അത്തരത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം UDF ഇന്നത്തെ ഈ ഒരു കൺവെൻഷൻ അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള ഒരു പരിപാടി തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തുകയും പിന്നീട് അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വലിയ പ്രകടനവുമൊക്കെ UDFനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട്. കാരണം സ്ഥാനാർത്ഥി നിർണയം കുറച്ച് വൈകിയെങ്കിലും LDF കടന്നു വന്നത് ജില്ലയെ ആകെ അല്ലെങ്കിൽ മണ്ഡലത്തിലെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ഇന്ന് നടക്കുന്ന കൺവെൻഷൻ ആ രീതിയിൽ ആസൂത്രണം ചെയ്യാനാണ് UDF ക്യാമ്പ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ അൻവർ ഉയർത്തിവിട്ടിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അൻവർ തൊടുത്തുവിട്ടിട്ടുള്ള പലതരത്തിലുള്ള വെല്ലുവിളികൾ അതിനെയൊക്കെ തന്നെ അവഗണിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു ആസൂത്രണമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു തന്ത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ UDF ക്യാമ്പ്. അങ്ങനെ പറയുമ്പോഴും PV അൻവർ ഉന്നയിച്ച ആരോപണം ഇപ്പോഴും അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഏറ്റവും വലിയ ആരോപണം PV അൻവർ ഉന്നയിച്ചത്. മാത്രമല്ല, ഇന്നലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും നിലമ്പൂരിലെത്തി കൺവെൻഷനൽ UDFനെതിരെ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടാൻ UDF തയ്യാറെടുത്തിരിക്കുന്നത്? പറഞ്ഞൊരു ചെറിയ തിരുത്തുണ്ട് പ്രവിത. പിണറായി വിജയൻ മുഖ്യമന്ത്രി. അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ. യെസ് പ്രവിത, അങ്ങനെ തന്നെയാണ്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ PV അൻവർ അത് വലിയ ഒരു തലവേദനയായി മാറി എന്ന് വേണം പറയാൻ. കാരണം ആദ്യഘട്ടത്തിൽ UDFലേക്ക് ഈ PV അൻവറിനെ പ്രവേശിപ്പിക്കാം എന്ന ആലോചനകളൊക്കെ നടന്നെങ്കിൽ പോലും എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ആ വാതിൽ പൂർണ്ണമായിട്ടും അടച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ തന്നെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് UDF ചെയർമാൻ പറയുന്നത് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, അതായത് ഈ നോമിനേഷൻ പിൻവലിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് കാത്തിരുന്ന്
കാത്തിരുന്നു കാണാം എന്നുള്ളതാണ്. അപ്പോഴും എവിടെയോ ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗ് നേതാക്കൾ ഈ PV അൻവറുമായി ഇപ്പോഴും വലിയ രീതിയിലുള്ള അടുപ്പം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലീഗ് നേതാക്കളെയോ കോൺഗ്രസിലെ മറ്റാരെയും തന്നെ ഇതുവരെ PV അൻവർ തള്ളി പറഞ്ഞിട്ടില്ല. VD സതീഷിനെയും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെയും മാത്രമാണ് നിലവിൽ തള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും, പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിന് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ വൈകാര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പോ അല്ല, അത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. ആ എതിർപ്പ് നിലനിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം UDF പൂർണ്ണമായിട്ടും PV അൻവർ എന്ന ഫാക്ട് ഒഴിവാക്കി നിർത്തി തെരഞ്ഞെടുപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പരമാവധി വോട്ട് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഉന്മേഷ പ്രവിധ. ഷഹത്തർകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്. ED കേസ് ഒതുക്കാൻ കോഴ വാങ്ങി എന്ന കേസിൽ കൊച്ചി ED ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ ഒന്നാം പ്രതിയാണ് ശേഖർ കുമാർ. വിവരങ്ങളുമായി ആൻ മെറിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ആൻ മെറിയ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. പ്രവിത, ഗുഡ് മോർണിംഗ്. കൊല്ലം സ്വദേശിയായിട്ടുള്ള വ്യവസായി അനീഷ് ബാബുവിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി വിധി പറയാനിരിക്കുന്നത്. അതിന്റെ ജാമ്യാപേക്ഷ, ശേഖർ കുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഇതിൽ നേരത്തെ തന്നെ കേസിൽ പ്രതികളായിട്ടുള്ള 3 പേർക്ക് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ തന്നെ ജാമ്യം നൽകിയിരുന്നു. വിൽസൺ വർഗീഷ്, മുകേഷ്, രഞ്ജിത്ത് വാര്യർ എന്നിവർക്കാണ് നേരത്തെ തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകളും അതിനനുസരിച്ചുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ടാണ് വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്ഷത്തുണ്ട്, ശേഖർ കുമാർ ഇതിലെ ഒന്നാം പ്രതി തന്നെയാണ് എന്നുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുൻപിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയും. ഉന്മേഷ്. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.